പ്രിയ കൂട്ടുകാരെ, അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റാണ് പരിചയപ്പെടുന്നത്. ഈ യൂണിറ്റിൽ മാനവികത എന്ന ആശയത്തെ കുട്ടികളിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. എന്താണ് മാനവികത? സഹജീവി സ്നേഹം, പരിഗണന, ഉൾക്കൊള്ളൽ തുടങ്ങിയ ജീവിത മൂല്യങ്ങളാണ് മാനവികത. ഈ പ്രപഞ്ചത്തിൽ തനിക്കുള്ള സ്ഥാനം, നിർവഹിക്കേണ്ട കടമകൾ, നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്നിവയെക്കുറിച്ച് മനുഷ്യർ ബോധമുള്ളവരാകണം. എല്ലാ ജീവിതാവസ്ഥകളിലും നമ്മളിൽ ഒരു മാനുഷിക മൂല്യം ഉണ്ടാകണമെന്ന ഉദ്ദേശമാണ് ഈ യൂണിറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. മാനവികതയുടെ വ്യത്യസ്ത തലങ്ങളെ സൂചിപ്പിക്കുന്ന 3 പാഠഭാഗങ്ങളും പ്രവേശകവുമാണ് ഇതിലുള്ളത്. സ്വാർത്ഥത എന്ന മനോഭാവത്തെ വിരോധോക്തിയിലൂടെ വിമർശിക്കുന്ന കെ.ജി. ശങ്കരപ്പിള്ളയുടെ അഭിമുഖം എന്ന കവിതയാണ് പ്രവേശകമായി കൊടുത്തിട്ടുള്ളത്. തുടർന്ന് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തിലെ ഒരു സന്ദർഭം സുഹൃതഹാരങ്ങൾ എന്ന തലക്കെട്ടിൽ നൽകിയിരിക്കുന്നു. മനുഷ്യനെ ജാതിയുടെ പേരിൽ വേർതിരിക്കുന്ന മനോഭാവത്തിന്റെ അർത്ഥശൂന്യതയാണ് ചണ്ടാല ഭിക്ഷുകി സൂചിപ്പിക്കുന്നത്. മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ ലൗകിക ജീവിതത്തിൽ നാം പുലർത്തേണ്ട മാനവികതയുടെ വ്യത്യസ്ത തലങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്നു. കുടുംബത്തിനുള്ളിലും പുറത്തും രൂപപ്പെടേണ്ട മൂല്യങ്ങളെക്കുറിച്ചാണ് ഈ കഥ. എം.കെ. സാനുവിന്റെ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠഭാഗം മാനവികതയുടെ ഉയർന്ന തലത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് പ്രവേശകത്തിലേക്ക് കടക്കാം. ഈ ചിത്രം നോക്കൂ. ഒരു മനുഷ്യൻ സെൽഫി എടുക്കുന്നതല്ലേ ചിത്രത്തിൽ കാണുന്നത്? എവിടെ ചെന്നാലും സെൽഫി എടുക്കുക എന്നത് നമ്മുടെ ശീലമാണ്. കുറച്ചു ദിവസം മുമ്പ് ഒരു നടൻ മരിച്ചപ്പോൾ അവിടെ എത്തിച്ചേർന്ന പ്രമുഖ താരങ്ങളോടൊപ്പം സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും ശ്രമിച്ചതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. മരിച്ചവരോടുള്ള ആദരവും കുടുംബാംഗങ്ങളോടുള്ള ദുഃഖത്തിലും പങ്കുചേരുന്നതിനാണ് മരണ വീട്ടിൽ എത്തുന്നത്. അവിടെയും മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വന്തം മുഖം കാണുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇന്ന് ആർക്കും ഉള്ളൂ. ഇനിയിപ്പോൾ കൂട്ടത്തോടെ എടുത്താൽ തന്നെയും സ്വന്തം മുഖമാണ് എല്ലാവരും ആദ്യം നോക്കുക. അതായത് ഞാൻ കഴിഞ്ഞിട്ട് ആരുമുള്ളൂ എന്നർത്ഥം. കെ.ജി. ശങ്കരപ്പിള്ളയുടെ അഭിമുഖം എന്ന കവിതയിലും ഇതുതന്നെയാണ് ആശയം. അഭിമുഖം വായിച്ചു നോക്കാം. അഭിമുഖം. ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത്. ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ. അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ. കെ.ജി. ശങ്കരപ്പിള്ളയുടെ കവിതകൾ. കെ.ജി. ശങ്കരപ്പിള്ള. ഏറ്റവും ഇഷ്ടം ആരെന്ന ചോദ്യത്തിന് എന്നെ തന്നെ എന്നാണ് ഈ അഭിമുഖത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ അത് കഴിയുന്നില്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. അതായത് സ്വയം ഇഷ്ടപ്പെടുന്നത്, തന്നെ ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം ജീവിതത്തിൽ ഒരിക്കലും കഴിയില്ല എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്. മറ്റുള്ളവരോടുള്ള സ്നേഹം, പരിഗണന തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ മനുഷ്യ മനസ്സിലുണ്ടാകണം. അപ്പോഴാണ് മനുഷ്യൻ്റെ ഉള്ളിൽ മാനവിക ബോധത്തിൻ്റെ മഴവില്ല് വിരിയുക. ഉള്ളിൽ ഉയിർക്കും മഴവില്ല് എന്ന തലക്കെട്ടിൻ്റെ അർത്ഥം അതാണ്. കവിതയിലും ചിത്രത്തിലും തെളിയുന്ന മനോഭാവം ചർച്ച ചെയ്യുക. ഇതിൻ്റെ ഉത്തരം പഠന പ്രവർത്തനത്തിൽ കൊടുക്കുന്നതാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം, അനുഭവങ്ങളിൽ നിന്ന് അറിവിൻ്റെ തെളിനീരുറവകൾ എന്നാണ് ഇതിനെ ബന്ധവാക്യമായി കൊടുത്തിരിക്കുന്നത്. സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യമുള്ളവരാണ് നമ്മളെല്ലാവരും. അതിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അനുഭവങ്ങളിൽ നിന്ന് അറിവിൻ്റെ നീരുറവകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും എന്ന ഒരു പ്രതീക്ഷ ഈ ബന്ധവാക്യത്തിൽ കാണാം. സുഹൃതഹാരങ്ങൾ. മഹാകവി കുമാരനാശാന്റെ ഖണ്ഡകാവ്യമാണ് ചണ്ടാല ഭിക്ഷുകി. ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന് കാൽപ്പനിക ഭാവം കൊടുത്ത കവിയാണ് കുമാരനാശാൻ. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ കുമാരനാശാനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ കുമാരനാശാൻ അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി
കാവ്യങ്ങളിലൂടെ പ്രതികരിച്ചു. അത്തരത്തിൽ എഴുതപ്പെട്ട ഒരു ഖണ്ഡകാവ്യമാണ് ചണ്ഡാല ഭിക്ഷുകി. അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന കാലത്താണ് ഈ കഥ നടക്കുന്നത്. താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരോട് സംസാരിക്കാനോ അവരെ തൊടാനോ ഒന്നും പാടില്ല. അന്നത്തെ ജാതി വ്യവസ്ഥ അത്രമാത്രം കർശനമായിരുന്നു. ചണ്ഡാല ഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. പുരാതനേന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി. സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന് ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നു. തൂമാതേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർക്കോരി നിന്നിടിനാൾ. ശ്രീമാന ഭിക്ഷുവങ്ങു ചെന്നർത്ഥിച്ചാൻ, ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ. ഓമലേ തരൂ തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നൂതിനാൾ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ഡാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്കു നീ. എന്നുടനെ കരപ്പുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്നെയാണവൾ കല്ലല്ലരുമ്പല്ല. ക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റു വിടർത്തവൾ. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. ചോര ചെന്തളിരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ. വണ്ടിണച്ചെന്ന് മുട്ടി വിടർന്ന ചെന്തണ്ടല അലരല്ലി കാട്ടി നിൽക്കും പോലെ. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടിക്കാന്തി ചിതറും നീർ. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനി നീ പകർന്നിടുമി തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും. അന്തമറ്റ സുഹൃത്തഹാരങ്ങൾ നിന്നന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം. ഇതിൻ്റെ ആശയം നോക്കാം. മാതങ്കി എന്ന യുവതി വെള്ളം കോരുകയാണ്. ഇപ്പൊ സുന്ദരിയായ ഒരു യുവതി വെള്ളം കോരുന്ന കാഴ്ചയാണ് ദാഹിച്ചു വലഞ്ഞ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു കാണുന്നത്. ബുദ്ധഭിക്ഷു അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ തൻ്റെ കയ്യിലുള്ള മനോഹരമായ പാള കിണറ്റിലിട്ട് മനോഹരമായ കൈകൾ കൊണ്ട് കയറ് വലിച്ച് വെള്ളം കോരിയെടുക്കുകയാണ്. അത് കണ്ടപ്പോൾ ബുദ്ധഭിക്ഷു അവളോട് വെള്ളം ചോദിക്കുന്നു. അല്ലയോ സഹോദരി, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരൂ. അത് കേട്ട് അമ്പരന്ന് അവൾ നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇതെന്ത് കഥ, അങ്ങ് ജാതി മറന്നുപോയോ? ജാതി വ്യവസ്ഥ കൊടികുത്തി വാഴുന്ന കാലഘട്ടമായിരുന്നു. താഴ്ന്ന ജാതിക്കാരോട് അയിത്തം കൽപ്പിച്ചിരുന്ന സമൂഹമായിരുന്നു അന്നത്തേത്. വെള്ളം കുടിക്കാനുള്ള ദാഹം കൊണ്ട് അങ്ങ് ജാതി മറന്നുപോയോ എന്നാണ് മാതങ്കി ചോദിക്കുന്നത്. ഇനി തൻ്റെ ജാതി മനസ്സിലാകാത്തത് കൊണ്ടാണോ ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് കരുതി സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ താഴ്ന്ന ജാതിക്കാരിയാണ്. ഉയർന്ന ജാതിക്കാരനായ അങ്ങ് എൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കാമോ? അങ്ങേക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ചണ്ഡാല സ്ത്രീയായ ഞാൻ അങ്ങേക്ക് വെള്ളം തന്നാൽ എനിക്ക് പാപമുണ്ടാകും.
താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ പാപബോധം ഉണ്ടാക്കുന്ന അന്നത്തെ സമൂഹത്തിന്റെ മനോഭാവം ഇവിടെ കാണാം. താൻ ഗ്രാമത്തിന്റെ പുറത്ത് താമസിക്കുന്ന ചാമർ നായകന്റെ മകളാണ് എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധഭിക്ഷു ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിന്റെ ജാതി ചോദിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്നത് കുറച്ച് വെള്ളമാണ്. എൻ്റെ നാവ് വരണ്ടിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട, എനിക്ക് വെള്ളം തരിക എന്ന് പറഞ്ഞ് ചെമന്ന താമര പോലെ മനോഹരനും സുന്ദരനുമായ ബുദ്ധഭിക്ഷു കൈക്കുമ്പിൾ നീട്ടി. പിന്നെ അവൾ തർക്കമൊന്നും പറഞ്ഞില്ല. സുന്ദരിയായ അവൾ കല്ലോ ഇരുമ്പോ അല്ല, മനസ്സും മനസാക്ഷിയുമുള്ളവളാണ്. അവളുടെ ഇടതൂർന്ന മുടി തലവഴി മൂടി മുഖം മറച്ച് കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കിപ്പിടിച്ച് അല്പം വിടർന്ന ചുണ്ടുകളോടുകൂടി കണ്ണിൽ വിസ്മയഭാവം വിടർത്തി ഒരു താരം പോലെ, ഒരു നക്ഷത്രം പോലെ അവൾ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന അവളെ കവി വർണ്ണിക്കുകയാണ്. ചുവന്ന ചെന്തളിരോടുകൂടി മനോഹരമായ രശ്മികളാൽ ശരീരം മൂടി പ്രഭാതത്തിൽ വണ്ടുകൾ ചെന്ന് മുട്ടിവിടർന്ന താമരപ്പൂ പോലെയാണ് അവൾ. പിന്നെ അവളുടെ കൈ വിറയ്ക്കുന്നത് കൊണ്ട് പാളയിൽ നിന്ന് മുറിഞ്ഞു വീഴുന്ന ശുദ്ധമായ കണ്ണാടിയുടെ ശോഭയുള്ള വെള്ളം ആർത്തിയോടെ കൈനീട്ടിയ ഭിക്ഷുവിൻ്റെ കൈകളിലേക്ക് മെല്ലെ കുനിഞ്ഞ് ഒഴിച്ചു കൊടുത്തു. അല്ലയോ പുണ്യവതി, നീ പകർന്ന ഈ വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും അവസാനമില്ലാത്ത പുണ്യത്തിൻ്റെ മാലകൾ നിന്റെ ഉള്ളിൽ അർപ്പിച്ചിട്ടുണ്ടാകും എന്ന് കവി പറയുകയാണ്. ഈ പുണ്യപ്രവൃത്തി മൂലം ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് കവി പറയുന്നത്. ഇവിടെ സുകൃതഹാരങ്ങൾ എന്ന ഹെഡിങ് കൊടുത്തിരിക്കുന്നതും അതുകൊണ്ടാണ്. അവൾക്ക് പുണ്യത്തിൻ്റെ ഒരു വലിയ മാല തന്നെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹെഡിങ് കൊണ്ട്. ഈ ഖണ്ഡകാവ്യത്തിൻ്റെ കഥ നോക്കാം. ശ്രീബുദ്ധന്റെ പ്രിയ ശിഷ്യനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു കൊടും ചൂടിൽ ദീർഘദൂരം സഞ്ചരിച്ച് തളർന്ന് ഉത്തരേന്ത്യയിലെ ശ്രാവസ്തു എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. കഠിനമായ ചൂട് കാരണം അദ്ദേഹം ഒരു കിണറ്റിൻകരയിൽ വെള്ളം കോരി നിൽക്കുകയായിരുന്ന ചണ്ടാല യുവതിയോട് കുടിക്കാൻ അല്പം വെള്ളം ചോദിക്കുന്നു. അക്കാലത്ത് സമൂഹത്തിൽ ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലം. താൻ ഒരു താഴ്ന്ന ജാതിക്കാരിയായതിനാൽ ഉയർന്ന കുലത്തിലുള്ള ഒരു സന്യാസിക്ക് വെള്ളം നൽകുന്നത് വലിയ പാപമാണെന്ന് അവൾ ഭയപ്പെടുന്നു. താൻ ഒരു ചണ്ടാല സ്ത്രീയാണെന്നും തന്നിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചാൽ അങ്ങേക്ക് ജാതി നഷ്ടപ്പെടുമെന്നും അവൾ വിറയലോടെ ഓർമ്മിപ്പിക്കുന്നു. മാതംഗിയുടെ വാക്കുകൾ കേട്ട് ആനന്ദൻ സ്നേഹത്തോടെയും ശാന്തതയോടെയും അവളോട് പറയുന്നു: ഞാൻ നിന്റെ ജാതിയല്ല ചോദിക്കുന്നത്, ദാഹിച്ചു വരണ്ട നാവിലേക്ക് അല്പം വെള്ളമാണ് ചോദിക്കുന്നത്. അതിനാൽ ഭയപ്പെടാതെ എനിക്ക് വെള്ളം തരൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ജാതിയല്ല മനുഷ്യത്വമാണ് വലുതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഈ വാക്കുകളിൽ വിസ്മയിച്ച മാതംഗി ഭക്തിയോടെയും സന്തോഷത്തോടെയും അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളിൽ വെള്ളം പകർന്നു നൽകുന്നു. ആനന്ദഭിക്ഷുവിന്റെ സ്നേഹപൂർണമായ പെരുമാറ്റവും ദിവ്യമായ രൂപവും മാതംഗിയുടെ മനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു. അവൾക്ക് അദ്ദേഹത്തോട് ആദരവും സ്നേഹവും തോന്നുകയും അദ്ദേഹത്തെ അന്വേഷിച്ച് ഒടുവിൽ ശ്രീബുദ്ധന്റെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ശ്രീബുദ്ധന്റെ സന്ദേശങ്ങളിൽ ആകൃഷ്ടയായി അവൾ ആഭരണങ്ങളും മുടിയും ഉപേക്ഷിച്ച് ഒരു ബുദ്ധ സന്യാസിനിയായി മാറുന്നു. തുടർന്ന് ഒരു ചണ്ടാല സ്ത്രീ സന്യാസിനിയായതിനെതിരെ അന്നത്തെ രാജാവും ഉയർന്ന ജാതിക്കാരും പ്രതിഷേധിച്ചെങ്കിലും ശ്രീബുദ്ധൻ നേരിട്ട് എത്തി ജാതി വ്യവസ്ഥയുടെ അർത്ഥശൂന്യതയെയും മനുഷ്യത്വത്തിന്റെ മഹത്വത്തെയും കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതോടെയാണ് ഈ കാവ്യം അവസാനിക്കുന്നത്. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. 1873 ഏപ്രിൽ 12 അദ്ദേഹം ജനിച്ചു. ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി.
ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് കുമാരനാശാൻ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, കുമാരനാശാൻ, വള്ളത്തോൾ എന്നിവർ ആധുനിക കവിത്രയത്തിൽപ്പെട്ടവരാണ്. ഇനി ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.